ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കളിക്കാൻ പോണ ഫ്രീ ഫയർ ആണ്. എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി വൺ ടാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രാഫ്റ്റ് ലാൻഡിൻ്റെ മാപ്പിലാണ് വന്നിരിക്കണം. പിന്നെ നമ്മൾ ഒരു ചാലഞ്ചും കൂടി ആയിട്ട് വന്നിരിക്കണം. നമ്മൾ നെറ്റ് ഇടക്കിടക്ക് പോകും. ഞാൻ വൈഫൈ കൂടിയാണ് എപ്പോഴും കളിക്കണം. ഇപ്പം ഞാൻ വൈഫൈ ഇല്ലാണ്ട് എൻ്റെ നെറ്റ് ഇത്തിരി സ്ലോ ആണ്. നെറ്റ് ഇത്തിരി സ്ലോ ആണ്. അങ്ങനത്തെ ഒരു ഇതിലാണ്. പിന്നെ മഴയൊക്കെ പെയ്യണോണ്ട് നെറ്റ് ഭയങ്കര ഷോ കഴിയും. അപ്പോൾ ഇപ്പം ഞാൻ ഭയങ്കര നെറ്റ് സ്ലോയിലാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ എൻ്റെ കൂട്ടുകാരനിപ്പോൾ പറഞ്ഞേക്കണത്, എടാ ഞാൻ ഒന്നും മെഡിക്കറ്റ് ഒന്നും മേടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഭയങ്കര ലാഗും ഉണ്ട്. അപ്പോൾ ഗൈസ് അവന് എടുത്തോണ്ടിരിക്കണേന്ന് തോന്നുന്നു. എടുത്തിട്ടുണ്ടാകുന്നാവോ, നമുക്ക് നോക്കാം. എടുത്തിട്ടില്ല. എൻ്റെ നെറ്റാണ് സ്ലോ. നിങ്ങൾക്ക് സൈഡിൽ കാണാം എൻ്റെ നെറ്റ് ഭയങ്കര സ്ലോ ആണ്. ലാസ്റ്റ് ഞാൻ ഇങ്ങനെയൊക്കെ ചെല്ലും. എൻ്റെ നെറ്റ് സ്ലോ കാരണം ഇവനിങ്ങനെ ടെലിപ്പോർട്ടായി കളിക്കുന്നത്. ലാസ്റ്റ് ആ ഒരു വൺ ടാപ്പ് അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ചത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചത്ത് പറഞ്ഞത്. അപ്പം എൻ്റെ നെറ്റ് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ ഗൈസ് രണ്ടാമത്തെ റൗണ്ടാണ്. ചാടുമ്പോഴൊക്കെ ഭയങ്കര ലാഗാണ് ഗൈസ്. ഗ്ലൂ വാൾ ഇടാനും പോലും പറ്റണില്ല. ഞാൻ അങ്ങനത്തെ ഒരു ചാലഞ്ചായിട്ട് വന്നിക്കണ. എൻ്റെ കൂട്ടുകാരനെ അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കണ തന്നെ. അപ്പോൾ ഗൈസ് ഞാൻ കയറിച്ചൊന്നും കൊണ്ടുവെക്കണം. അപ്പോൾ അവന് പറഞ്ഞ് ഞാൻ MP14 സ്കിൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഈ മാപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, പിന്നെ ഏത് സ്കിൻ വേണമെങ്കിലും ഇടാം. എന്നിട്ട് അവൻ ഒളിച്ചളിക്കണം. അവൻ്റെ നെറ്റ് സ്ലോ കാരണം എനിക്ക് മനസ്സിലാവും അവൻ എവിടെയാണെന്ന്. അവൻ്റെ നെറ്റ് സ്ലോ ആണ്. അവൻ്റെ അവിടെ വൈഫൈ ഒന്നുമില്ല. പെട്ടെന്ന് അവൻ അടിച്ച് എൻ്റെ തല പൊട്ടി. ഞാൻ വിചാരിച്ചു ഹെൽമെറ്റാണ് പൊട്ടിയത്. അപ്പോൾ ഞാൻ ചാടി ഗ്ലൂ ഇടാൻ നോക്കിയപ്പോൾ പറ്റണില്ല. അപ്പോൾ ഹെൽമെറ്റ് പൊട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഗൈസ് ഞാൻ ചത്തു. അപ്പോൾ ഗൈസ് മൂന്നാമത്തെ റൗണ്ട് അവനൊരു കളി ജയിച്ച്, ഞാൻ ഒരു കളി ജയിച്ച്. ഇപ്പോൾ ലാഗുണ്ട് അത്യാവശ്യം. ഒരു ഇതിലാണ് കളിക്കണം. അപ്പോൾ കയറിച്ചല്ലുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ MP14 സ്കിൻ എടുക്കാൻ പോണേന്ന് പറഞ്ഞു. MP40 അല്ല, അവൻ ഡെസേർട്ടും വെച്ചാൽ ഇപ്പോൾ കളിക്കണം. ലാസ്റ്റ് ഞാൻ UMP എടുക്കും. UMP എടുത്ത് ഞാൻ തല അങ്ങോട്ട് വിളിക്കും ഗൈസ്. തല പൊളിച്ചിട്ട് അവൻ ലാസ്റ്റ് എടാ നീ ഇങ്ങനെ കളിക്കാം, ഞാൻ MP14 സ്കിൻ എടുക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ എൻ്റെ നെറ്റ് സ്ലോ ആണ്, എന്നിട്ട് ഞാൻ കളിക്കാമെന്ന് പറഞ്ഞു. MP40 ഭയങ്കര കുത്തിപ്പിടിയാണ്. പക്ഷേ അവന് MP40 സ്കിന്ന് വെറുതെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി മുകളിലോട്ട്. അപ്പോൾ തലക്കെട്ട് തന്നെ കയറും. അപ്പോൾ അവൻ പറഞ്ഞു എടാ ഞാൻ എടുക്കണേണ്, നീ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ചുറ്റിനും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കണേണ് ഗൈസ്. ലാസ്റ്റ് അവനെ കാണാണ്ടായി. പിന്നെ എൻ്റെ ബാറ്ററി ലോ ആയിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പിന്നെ ലാസ്റ്റ് അവനെ കണ്ട് അവനപ്പം തിരിഞ്ഞളിക്കണ് എന്നെ അടിക്കാനാണ്. പക്ഷേ ഞാൻ നൈസായിട്ട് എയിം ചെയ്ത് അവൻ്റെ തലക്കെട്ടലിന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ഫിഫ്ത്ത് റൗണ്ട് എൻ്റെ ഇൻവെൻട്രിയിൽ UMP അറിയാമെന്ന് MP40 അറിയാമെന്ന്. അപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കയറി പൊക്കോണ്ടിരിക്കണേണ് ഗൈസ്. അപ്പോൾ അവൻ ആവേശത്തിലത്തെ പാട്ടും പാടിയിരിക്കണേണ്. എൻ്റെ കൂട്ടുകാരനാണ് ആവേശത്തിലത്തെ പാട്ടും പാടിയിരിക്കണേണ് ഇലുമിനാറ്റി. ഞാൻ എൻ്റെ തലക്ക് ഒന്ന് എയിം ചെയ്ത് വെടിവെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ കയറാൻ. അപ്പോഴാണ് ഞാൻ ആലോചിക്കണം എൻ്റെ നെറ്റ് സ്ലോ ആണ്, എങ്ങനെ കയറാനാണെന്ന്. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ അവൻ ഫസ്റ്റ് തന്നെ രണ്ടാമത്തെ റൗണ്ട് അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഹാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ എൻ്റെ നെറ്റ് സ്ലോ, ഞാൻ ചാലഞ്ചാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് നെറ്റ് പെട്ടെന്ന് സ്ലോ ആയി. പെട്ടെന്ന് സ്റ്റക്കായിട്ട് ഞാൻ നിൽക്കാൻ നോക്കി. ഓക്കെ അപ്പോൾ ശരിയായെന്ന് പറഞ്ഞ് ഗ്ലൂ വാൾ ഇടാൻ പറ്റണില്ല. ഞാൻ സ്മാർട്ട് ഗ്ലൂ വാൾ ഇട്ടിട്ട് കളിക്കണം. അപ്പോൾ പെട്ടെന്ന് ഗ്ലൂ വാൾ. പിന്നെ അവൻ MP14 സ്കിൻ എടുത്ത് ഗൈസ്. MP14 സ്കിൻ എടുത്തിട്ട് കുത്തിപ്പിടിയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് ദൂരത്തോട്ട് പോയാൽ MP14 വെച്ച് ദൂരത്തുനിന്ന് ഹെഡ് അടിക്കുമ്പോൾ ഒരു 3-7 ഡാമേജൊക്കെ കയറുള്ളൂ നമ്മളെ തലക്കെട്ട്. അപ്പം എനിക്കത് അറിഞ്ഞൂടായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ ഡെസേർട്ടും വെച്ച് ലോങ് അടിച്ചാൽ ഒരു 118 കയറുള്ളൂല്ലോ ഇടക്കിടക്ക്. അപ്പോൾ ഞാൻ UMP എടുത്ത്. അവൻ MP40 ഭയങ്കര കുത്തിപ്പിടിയാണ്. പിന്നെ അത് സ്കിന്നും എടുത്തിട്ടുണ്ട് അവൻ. അപ്പോൾ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തതിനാൽ തലക്കിട്ട് കയറും. ലാസ്റ്റ് അപ്പം ഞാൻ പറഞ്ഞു നീ ലോ അല്ലേ എന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു എൻ്റെ മറ്റേ ലിയോ അതെന്തുകൊണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ പൊട്ട അതല്ല എനിക്കുള്ളതാണ്. ഈ മാപ്പിൽ
നമ്മളെ ഇ പി പെട്ടെന്ന് പോവും. ഇ പി പെട്ടെന്ന് പോകുന്നത് നമ്മളെ ഹെൽത്തിലോട്ടാണ്. ഇതേ നിങ്ങൾക്കിപ്പോൾ കാണാം അതിൻ്റെ ഹെൽത്ത് കൂടണം അപ്പം തന്നെ, കണ്ടില്ല? അപ്പം ഞാൻ അപ്പോൾ ലാസ്റ്റ് അവൻ നല്ല കുത്തിപ്പിടിച്ചിട്ട് ഞാൻ ചാടിയപ്പോഴാണ് അവൻ ചാടിയത്. കറക്റ്റ് സമയത്ത് എൻ്റെയും തല പോയി. അപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കണേ ലാസ്റ്റ് MP40 പിന്നെ എൻ്റെ വെൻട്രിയിൽ കയറി. അപ്പം ഞാൻ വിചാരിച്ചു ഹാക്കലാണ്. പക്ഷെ അപ്പോഴാണ് മനസ്സിലായ വെൻഡിങ് മെഷീനിൽ അവന് എപ്പോഴും എടുത്തിടും MP40. ലാസ്റ്റ് അവന് ഇത് അവിടെ പോയി. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ വൺ ടാപ്പ് അടിക്കാൻ നോക്കി. അപ്പോൾ അവൻ അറിഞ്ഞപ്പോൾ എന്നെ അടിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എനിക്ക് മനസ്സിലായി ഡെസേർട്ടും വെച്ച് അറ്റത്തുനിന്നല്ലോ വൺ ടാപ്പ് അടിക്കാനാന്നൊക്കെ. അപ്പോൾ ഞാൻ വൺ ടാപ്പ് അടിക്കാൻ നോക്കി, വൺ ടാപ്പ് അടിച്ചു. അങ്ങനെ തല പൊളിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ലോങ് ചെയ്യുന്നു, അവനിക്ക് കയറിച്ചെല്ലാം ഉണ്ടാവുമെന്ന് ആവശ്യം വന്നു. അപ്പോൾ ഫൈനൽ റൗണ്ടാണ്. ഫൈനൽ റൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു 7 റൗണ്ട് ഉണ്ടാവുള്ളൂ ഒരു മാച്ചിൽ. 7 റൗണ്ട്, 7 റൗണ്ട് ഉണ്ട് ഒരു മാച്ചിൽ. ഒരു മാച്ചിൽ. അപ്പോൾ 7 റൗണ്ട്, ഇത് ഫൈനൽ റൗണ്ടാണ്. ഇതാരാ ജയിക്കണ അവർ ജയിക്കുമെന്നല്ല, ആയിരിക്കും കൂടുതൽ സ്കോറുള്ള. എനിക്ക് 4ആണ്, അവനിക്ക് 2 ഉള്ളൂ. അപ്പോൾ അവൻ ഈ കളി എടുത്താലും എനിക്ക് പ്രശ്നമില്ല, ബിക്കോസ് ഞാൻ ജയിക്കണേന്ന്. അപ്പോൾ ഞാൻ കയറിച്ചെന്നുകൊണ്ടിരിക്കണേന്ന്. പിന്നെ അറിയാണ്ട് അവൻ്റെ ആ ബേസിലോട്ട് കയറി ചെന്ന് അവൻ്റെ ചുറ്റിനും പോയി അടിക്കാം. പക്ഷെ അവനത് കണ്ട് അവൻ എന്നിട്ട് അവിടെ വിളിച്ചെന്ന്. ലാസ്റ്റ് ഞാൻ ഓടണ സമയത്ത് അവന് MP40 വെച്ച് കൊന്ന്. ലാസ്റ്റ് അവൻ പറഞ്ഞ് അയ്യേ നീ എന്ത് നൂബാണ്ട, ഞാൻ ഇന്നെ 3 പ്രാവശ്യമെങ്കിലും കൊന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഞാൻ എന്തായാലും ഇപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.